പോലീസിലെ അനധികൃത സ്ഥലം മാറ്റത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ സ്റ്റേ. റൂറൽ എസ്പിയുടെ ഉത്തരവാണ് 2 ആഴ്ചത്തേക്ക് മരവിപ്പിച്ചത്. വിവരങ്ങളുമായി നൃപൻ കൂടി ചേരുന്നുണ്ട്. നൃപൻ, നമ്മൾ കണ്ടതാണ് ഈ UDF സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപേ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഈ ലെറ്റർ പാഡൊക്കെ ഉപയോഗിച്ച് അനധികൃത സ്ഥലം മാറ്റങ്ങളൊക്കെ ഒരുപാട് നടന്നിരുന്നു. ഈ പോലീസിലും അത് കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ അനധികൃത സ്ഥലം മാറ്റത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ സ്റ്റേ വന്നിരിക്കുകയാണ്. റൂറൽ എസ്പിയുടെ ഉത്തരവാണ് 2 ആഴ്ചത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. അവന്തിക മുഖവരിയായി സൂചിപ്പിച്ചതുപോലെ UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വിവിധ മേഖലകളിൽ അനധികൃതമായി സ്ഥലം മാറ്റം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായത് കേരള പോലീസിലാണ്. പോലീസിൽ അനധികൃതമായി ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതിനെതിരെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് അവർക്ക് 2 ആഴ്ചത്തേക്കുള്ള സ്റ്റേ ഉത്തരവ് ലഭിച്ചിരിക്കുകയാണ്. റൂറൽ എസ്പിയുടെ ഉത്തരവാണ് 2 ആഴ്ചത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത്. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് RK ജ്യോതിഷ്, KPA ജില്ലാ സെക്രട്ടറി Y അപ്പു, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കൃഷ്ണലാല്, ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായ നിഖിൽ എന്നിവരാണ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. രാഷ്ട്രീയ താൽപര്യത്തിനായി ഇവരെ മാനദണ്ഡം പാലിക്കാതെ സ്ഥലം മാറ്റിയെന്നാണ് ആരോപണം ഉയർന്നത്. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികളായ പ്രശാന്ത്, CR ബിജു, ഷിജു റോബർട്ട് എന്നിവരെയും നേരത്തെ സമാനമായി 2-3 ദിവസത്തിന് മുമ്പ് സ്ഥലം മാറ്റിയിരുന്നു. അതും വലിയ വിവാദമായിരുന്നു. ഇവരും അടുത്ത ദിവസങ്ങളിൽ ട്രിബ്യൂണലിനെ സമീപിക്കും നീതിക്കായി എന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ തന്നെ ഈ പ്രതികാര നടപടിയുടെ ഭാഗമായി ചില ഉദ്യോഗസ്ഥർ പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കി ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കൾക്ക് നൽകിയിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നു. ഒപ്പം തന്നെ മന്ത്രിമാർക്കടക്കം ഗൺമാന്മാരെ തീരുമാനിക്കുന്നതിന് വേണ്ടി 80 പേരുടെ പട്ടിക ഒരു പോലീസിലെ ഒരു നേതാവ് തന്നെ തയ്യാറാക്കിയിരുന്നു. ആ തയ്യാറാക്കിയ പട്ടിക പുറത്തായതും വലിയ വിവാദമായിരുന്നു. ഒപ്പം തന്നെ UDF അധികാരത്തിൽ വന്ന ദിവസം തന്നെ പല സ്ഥലങ്ങളിലും AR ക്യാമ്പിലടക്കം കോൺഗ്രസിന്റെ പതാക പതിപ്പിച്ച കേക്ക് മുറിച്ച് ആഘോഷം നടത്തിയത് വലിയ വിവാദമായി. ഒപ്പം തന്നെ അസോസിയേഷന്റെ പോലീസിന്റെ ക്യാമ്പുകളിലും ഒപ്പം തന്നെ അവരുടെ താമസ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ഫ്ലക്സ് ബോർഡുകൾ VD സതീശനും കോൺഗ്രസിനും ഒക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട ഫ്ലക്സ് ബോർഡുകൾ പോലീസിന്റെ പേരിൽ തന്നെ വച്ചു. ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ വിവാദമായി. പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണ് സമൂഹത്തിൽ ഉണ്ടായത്. എന്നാൽ ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ഒരാൾക്കെതിരെയും ഇതുവരെ പോലീസിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ DGPയുടെ ഭാഗത്തു നിന്നോ ഒരു നടപടിയും ഉണ്ടായില്ല. പക്ഷേ പ്രതികാര ബുദ്ധിയോടുകൂടി ചില ഉദ്യോഗസ്ഥരെ തെരഞ്ഞു പിടിച്ച് സ്ഥലം മാറ്റുകയാണ്. മാനദണ്ഡം ലംഘിച്ചാണ്. റൂറൽ പരിധിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് 60-70 കിലോമീറ്റർ അകലെയുള്ള സ്ഥലങ്ങളിൽ പോലും ഈ Y അപ്പുവിനെ അങ്ങനെയാണ് സ്ഥലം മാറ്റിയത്. സാധാരണ സ്ഥലം മാറ്റത്തിന് ചില ഓപ്ഷനുകളും മാനദണ്ഡങ്ങളും ഉണ്ട്. അത് പൂർണ്ണമായി പാലിക്കാതെയായിരുന്നു ഈ സ്ഥലം മാറ്റം. ഇതിനെതിരെയാണ് ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. വരും ദിവസങ്ങളിൽ സമാനമായ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ അടക്കം ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ സമാനമായി ട്രൈബ്യൂണലിനെ സമീപിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അധികാരത്തിൽ വന്നുടൻ തന്നെ പ്രതികാര ബുദ്ധിയോടുകൂടി ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കാനും ആക്രമിക്കാനും ശ്രമിക്കുന്നു എന്നതാണ് പൊതുവായി ഉയരുന്ന വികാരം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് എല്ലാ സംഘടനകളിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ സംഘടനയിൽ നിന്നും ഉയരുന്നത്. അവന്തിക. ശരി, നൃപനാണ് വിവരങ്ങൾ നൽകിയത്.